DMKയും AIADMKയും മാറി മാറി വിജയിക്കുന്ന മണ്ഡലമാണ് തമിഴ്നാട്ടിലെ കടയനല്ലൂർ. TVKയുടെ രംഗപ്രവേശം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് അണ്ണാ DMKയും. കടയനല്ലൂരിൽ നിന്ന് സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെങ്കാശി ജില്ലയിലെ കടയനല്ലൂർ നിയോജക മണ്ഡലത്തിലാണുള്ളത്. കേരളത്തിലെ ആ ഇലക്ഷൻ തിരക്കിൽ നിന്നൊക്കെ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ വലിയ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും. കാരണം അങ്ങനെ പോസ്റ്റർ പ്രചാരണങ്ങളോ അല്ലെങ്കിൽ വാഹന പ്രചാരണങ്ങളോ ഒന്നും തന്നെ സജീവമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. കടയനല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവിടെ അണ്ണാ DMKയും DMKയുടെയും സഖ്യകക്ഷികൾ ഇങ്ങനെ മാറി മാറി ഭരിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. അത്തരത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടോ വ്യക്തികളോടോ വലിയ തരത്തിലുള്ള ആഭിമുഖ്യം പ്രകടിപ്പിക്കാത്ത ജനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. കോൺഗ്രസും ഇത്തവണ ഇവിടെ മത്സരിക്കുന്നുണ്ട്. അണ്ണാ DMK സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള C. കൃഷ്ണമുരളിയാണ് ഇത്തവണയും മത്സര രംഗത്ത് ഇറങ്ങുന്നത്. TVKയും മത്സരിക്കുന്നുണ്ട്. പക്ഷേ TVKയ്ക്ക് വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് കടയനല്ലൂർ എന്ന് വേണം പറയാൻ. കാരണം പലരോടും സ്ഥാനാർത്ഥിയുടെ പേരുൾപ്പെടെ ചോദിക്കുമ്പോൾ അതിലും ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ്. എന്തായാലും കടയനല്ലൂരിലെ തന്നെ നാട്ടുകാർ നമുക്കൊപ്പം ചേരുകയാണ്. എലക്ഷൻ പരപരപ്പ് എപ്പിടി ഇരിക്കുന്നത്? எலெக்ஷன் நல்லா இருக்குது, நல்லா விறுவிறுப்பாக இருக்குது. வேறு என்ன சொல்லணும், எலெக்ஷன் நல்லா விறுவிறுப்பாக இருக்குது. நம்ம திமுகவில் இருக்கிறதுனால திமுக தான் ஜெயிக்கும்னு சொல்லுவேன். DMK தான் ஜெயிக்கும்னு நான் சொல்லுவேன். எப்படி எலெக்ஷன் வந்து கடலூருக்கு பொறுத்தவரை கிருஷ்ணமல்லியின் குட்டிப்பா முன்னாள் MLA தான். அவர் வந்து எல்லா மக்கள்கிட்டையும் நல்லா பழகுவார். அண்ணன் தம்பி தங்கச்சி அந்த மாதிரி எல்லாம் உறவு முறை வச்சு பழகுவார். அவப்பா ஏற்கனவே மினிஸ்டராக இருந்தாள். அதுபோக அவர் வந்து நிச்சயமாக அந்த எல்லா மக்கள்கிட்டையும் நல்ல செல்வாக்கு இருக்குது. அனைத்து சாதி மதம் அப்பாற்பட்டு அவர் பழகுறாரு. அதனால் குட்டியப்பாவுக்கு தான் வாய்ப்பு. தமிழ்நாட்டில் ADMK ஆட்சி நிச்சயமாக பிடிக்கும். ADMK கூட்டணி ஆட்சி, அதில் மாற்றம் இருக்காது. அதில் நிச்சயமாக வரும். ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.